ദളപതി വിജയ് ഇനി സിനിമ ചെയ്യുമോ ഇല്ലയോ എന്നുള്ള ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട് സോഷ്യൽ മീഡിയക്കകത്ത്. ഒരുപാട് ആൾക്കാർ അറിഞ്ഞും അറിയാതെയും ഓരോന്നും പറയുന്നുണ്ട്. സോ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടി വന്നത്. അപ്പോൾ 2-3 ദിവസം മുന്നെയാണ് വിജയ് തൻ്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെ ഒരു പൊളിറ്റിക്കൽ എൻട്രി ചെയ്യാണ് എന്നുള്ളത് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ അത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ആള് എത്രയും പെട്ടെന്ന് തന്നെ രാഷ്ട്രീയത്തിലേക്ക് വരും എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്നതാണ്. കാരണം എനിക്ക് തോന്നുന്നു ലിയോ ഓഡിയോ ലോഞ്ച് അല്ല, ലിയോ സക്സസ് മീറ്റിൻ്റെ അകത്ത് ആളെന്നെ പറഞ്ഞിട്ടുണ്ട് 2026 എന്താണെന്ന് ചോദിച്ചപ്പോൾ കപ്പ് മുഖ്യം പികിലേ എന്ന് പറയുന്ന സാധനം. അപ്പോൾ അത് എന്താ ഉദ്ദേശിച്ചെന്നുള്ളത് എല്ലാവർക്കും അറിയാം. കാരണം തമിഴ്നാട്ടിലത്തെ ഇലക്ഷനാണ് 2026. അപ്പോൾ 2026 കപ്പ് മുഖ്യം എന്നാണ് അന്ന് പുള്ളി ഉദ്ദേശിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു തുടർ നടപടിയായിട്ടാണ് ഇപ്പോൾ ഈ പാർട്ടി രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളതും എല്ലാം. അപ്പോൾ തമിഴക വെട്രി കഴകം അങ്ങനെയാണ് പേര്. അപ്പോൾ ആ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ലോക്സഭ ഇലക്ഷനിൽ മത്സരിക്കില്ല എന്നാണ് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ട്. അപ്പോൾ നിയമസഭാ ഇലക്ഷന് വേണ്ടിയിട്ടാണ് എയിം ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഓരോ പടിപടിയായിട്ടാണ് പുള്ളി ഓരോ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെയ്യുന്നതും അതിനോട് മുന്നോടിയായിട്ടുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഒന്ന് 10ാം ക്ലാസ് +2 റിസൾട്ട് വന്ന സമയത്ത് കുറേ കുട്ടികൾക്ക് പ്രൈസും അതൊക്കെ എല്ലാം കൊടുത്തിരുന്നു. അത് നേരത്തെ ചെയ്തത് തന്നെയാണ്. പക്ഷെ ഇപ്പോൾ ഒന്നുകൂടി അത് വാർത്താപരമായിട്ട് ചെയ്തു. ഒന്നുകൂടി വാർത്തയെ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ ഒന്നുകൂടി പുള്ളി അത് വിപുലമായിട്ട് ചെയ്തു. അപ്പോൾ അതെല്ലാം ഒരു പൊളിറ്റിക്കൽ എൻട്രിയുടെ മുന്നോടിയായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ ഇവിടെ വെള്ളപ്പൊക്കം നടന്ന സമയത്ത് പുള്ളി നേരിട്ടിട്ട് ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ നേരിട്ട് വന്നിട്ടാണ് പുള്ളി എല്ലാ സംഭവങ്ങളും ചെയ്തിരുന്നത്. അരി സാധനങ്ങൾ എല്ലാം ഡയറക്റ്റായിട്ട് പുള്ളി വന്ന് കൊടുക്കുക ചെയ്തിരുന്നത്. അപ്പോൾ അതെല്ലാം അത് കണ്ടപ്പോൾ എല്ലാവർക്കും അറിയാം പുള്ളി എത്രയും പെട്ടെന്ന് തന്നെ രാഷ്ട്രീയത്തിലേക്ക് വരുന്നുണ്ട്. അതുകൂടാതെ പുള്ളി എനിക്ക് തോന്നുന്നു 2010 ആ സമയത്ത് ഒരു ഇൻ്റർവ്യൂവിൽ ആൾ പറഞ്ഞിരുന്നു, കുറച്ച് കഴിയുമ്പോൾ ഞാനിവിടെ വന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവുമെന്ന് അന്ന് ആ സമയത്ത് ഇൻ്റർവ്യൂവിൽ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് എന്നുള്ളത് ആരും പെട്ടെന്ന് അത്ഭുതപ്പെടുന്ന കാര്യമൊന്നുമല്ല, ഷോക്കിംഗ് ആയിട്ടുള്ള ന്യൂസ് ഒന്നുമല്ല രാഷ്ട്രീയത്തിലേക്ക് എന്നുള്ളത്. പക്ഷെ എല്ലാവരും ഷോക്കായത് എന്താണ്, അതിനകത്ത് പുള്ളി ഒരു വാചകം കുറിച്ച് മെയിനായിട്ടുള്ള പ്രശ്നം എന്താ വെച്ചാൽ പുള്ളി ഇതിൻ്റെ ന്യൂസായിട്ട് അല്ലെങ്കിൽ ഇത് ലേഖനമായിട്ട് ഇത് കൊടുത്തിട്ടുള്ള റിപ്പോർട്ടായിട്ട് കൊടുത്തിട്ടുള്ളത് ഫുൾ തമിഴിലാണ് ഇൻസ്റ്റാഗ്രാമിൻ്റെ പോസ്റ്റ്. അപ്പോൾ പുള്ളിക്ക് തമിഴ്നാട്ടിൽ മാത്രമല്ല ഇന്ത്യയിൽ മൊത്തത്തിൽ ഫാൻസ് ഉണ്ട്. ഇന്ത്യക്ക് പുറത്തൊക്കെ ഫാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും തമിഴ് അറിഞ്ഞോളണമെന്നില്ല വായിക്കാൻ. അത് ട്രാൻസ്ലേറ്റ് ചെയ്യാനും പറ്റില്ല ആ സാധനം. അപ്പോൾ പകുതി ആൾക്കാർക്കും അതിനെ കൂടി എന്താണെന്നുള്ള സംഭവം അറിയില്ല, എന്താ എഴുതിക്കണം എന്നുള്ളത്. അതിൽ പുള്ളി പറഞ്ഞത് കമ്മിറ്റ് ചെയ്തിട്ടുള്ള സിനിമകൾ പൂർത്തിയാക്കും, അതിന് ശേഷം പൂർണ്ണമായിട്ട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമെന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കമ്മിറ്റ് ചെയ്തിട്ടുള്ള സിനിമകൾ ഏതാണ് എന്നുള്ളതിലാണ് ആൾക്കാർക്ക് ഡൗട്ടുള്ളത്. അപ്പോൾ ചിലർ ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ ഈ ഗോട്ട് ഷൂട്ടിങ് കഴിയാറായി, അപ്പോൾ അത് കഴിഞ്ഞാൽ നിർത്തുമോ, 2 വർഷം ഗ്യാപ്പ് എടുത്തിട്ട് പിന്നെ ഇലക്ഷൻ കഴിഞ്ഞിട്ടാണോ വരിക, അതോ ഇനി വേറെ സിനിമ ഉണ്ടോ? അപ്പോൾ നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ചിട്ട് ആൾ ദളപതി 69, അതായത് 69ാമത് ചിത്രം കൂടി സൺ പിക്ചേഴ്സുമായിട്ട് ഒരു എഗ്രിമെൻറ്റിലായിട്ടുണ്ട് എന്നാണ് ഒരു റിപ്പോർട്ട്. അതുകൂടാതെ തന്നെ 69 മറ്റേ ത്രിവിക്രം എന്ന് പറയുന്ന ഒരു ഡയറക്ടറാണ് ചെയ്യുന്നത്. അത് വേറൊരു പ്രൊഡക്ഷൻ കമ്പനി വെച്ചിട്ട്. അപ്പോൾ ഈ 2 റൂമേഴ്സാണ് വരുന്നത്. ഒന്ന് സൺ പിക്ചേഴ്സ് പ്ലസ് കാർത്തിക് സുബ്ബരാജ്, പിന്നെ ഒന്ന് ത്രിവിക്രം എന്ന് പറഞ്ഞിട്ടുള്ള ഡയറക്ടർ വേറെ ഏതൊരു പ്രൊഡക്ഷൻ കമ്പനിയാണ്, തെലുങ്കോ കന്നഡ. ഈ ത്രിവിക്രം പറഞ്ഞ ആൾ ഇപ്പോൾ ഗുണ്ടൂർക്കാരം സിനിമ ചെയ്ത ആൾ. അപ്പോൾ അയാളാണെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ കമ്മിറ്റ് ചെയ്തുള്ള ചിത്രങ്ങൾ പൂർത്തിയാക്കും എന്ന് പറഞ്ഞ സ്ഥിതിക്ക് എന്തായാലും LCUവിൻ്റെ അകത്ത് പുള്ളി എന്തായാലും ഉണ്ടാവും കണ്ടിന്യൂ ആയിട്ട്. കാരണം വിജയുടെ കൂടി സംഭവത്തോട് കൂടിയിട്ടാണ് ഈ ഒരു ക്യാരക്ടർ, ലിയോ എന്ന് പറയുന്ന ക്യാരക്ടർ ഇതിനകത്തേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്, LCU ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അന്നേ ആൾക്ക് ഇനി രാഷ്ട്രീയത്തിലേക്ക് പോവുകയാണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അന്ന് ലോകേഷ് ഈ പരിപാടിക്ക് നിൽക്കില്ല. ഈ ഒരു ക്യാരക്ടർ വെറുതെ ആവശ്യമില്ലാണ്ട് അതിൻ്റെ ഉള്ളിൽ എടുത്തു വിടില്ല. അപ്പോൾ ഇവരും കൂടി വിജയ് കൂടി എഗ്രി ചെയ്തിട്ടാണല്ലോ ഇപ്പോൾ LCUക്കകത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും LCUവിൽ വരുന്ന ചിത്രങ്ങളിലൊക്കെ ആളുണ്ടാവും. അതുപോലെ ലിയോ 2 ഇതെല്ലാം നേരത്തെ കൺഫേം ആയിട്ടുള്ളതാണ്. അപ്പോൾ ഈ കമ്മിറ്റ്മെൻ്റ് എല്ലാം പുള്ളി പൂർത്തിയാക്കും എന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതിന് ശേഷമുള്ളതൊന്നും പുള്ളി പറഞ്ഞിട്ടില്ല. അഭിനയം നിർത്താമെന്ന് പോലും പുള്ളി പറഞ്ഞിട്ടില്ല. പക്ഷെ ന്യൂസുകാർ ഇങ്ങനെ പലതും പറയുന്നുണ്ട്, അഭിനയം നിർത്തി ഇനി ഫുള്ളി രാഷ്ട്രീയമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ളതൊക്കെ. അതൊരിക്കലും പുള്ളി ചെയ്യില്ല.
പുള്ളി പറഞ്ഞത് ഞാൻ രാഷ്ട്രീയത്തിൽ വളരെ സീരിയസ് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ അതിനെ വളരെ സീരിയസ് ആയിട്ട് ഞാൻ പക്ഷേ ഇതിന് മുന്നേ പുള്ളി പറഞ്ഞിട്ടുള്ളത് എന്താ വെച്ചാൽ രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകില്ല എന്നുള്ളതാണ്. ഒന്നെങ്കിൽ രാഷ്ട്രീയം അല്ലെങ്കിൽ സിനിമ. എങ്ങനെയാണെന്നുള്ളത് കണ്ടറിയാം. ഇനി 2026 ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം പുള്ളി അതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് തിരിച്ച് ഇങ്ങോട്ട് വരുമോ? പിന്നെ പെട്ടെന്ന് ഇപ്പോൾ ഒരു ഇലക്ഷനിൽ പോയി നിന്നിട്ട് അപ്പോൾ തന്നെ ജയിച്ചിട്ട് മന്ത്രിയാവാനൊന്നും പറ്റില്ല. അപ്പോൾ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഇനി വരുന്ന സമയത്ത് അറിയാം. എന്തായാലും ഇപ്പോൾ ഈ 2024 ഈ സിനിമ റിലീസുണ്ട്, ദ ഗോട്ട് വെങ്കട് പ്രഭുവിൻ്റെ സിനിമ റിലീസുണ്ട്. അതിനുശേഷം വരുന്ന സിനിമകൾ 69 എന്തായാലും വരും, പിന്നെ ലിയോ വരും, അതുപോലെ എൻസ്യൂവിൻ്റെ സിനിമകളിലൊക്കെ ഉണ്ടാവും. അത് ഓൾറെഡി ഈ 7 സ്ക്രീൻ സ്റ്റുഡിയോസ്, അതുപോലെ രാജ് കമൽ ഫിലിംസ്, ഇതിലെല്ലാം പുള്ളി എഗ്രിമെൻ്റ് ഉള്ളതാണ്. അപ്പോൾ എന്തായാലും ബാക്കിയുള്ള സിനിമകളൊന്നും പുള്ളി ഇതുവരെ ഇനി എടുക്കുന്നില്ല. ഇനിയിപ്പോൾ എന്തായാലും 2026 ശേഷം എന്തെങ്കിലും അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളും വിവരങ്ങളൊക്കെ കിട്ടുന്നതിനനുസരിച്ചിട്ട് നമ്മൾ റിപ്പോർട്ടെല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ ബൈ.